എന്തോ ഒരു ക്ലീഷേ പോലെ തോന്നി. മൊത്തത്തിലുള്ള ടോവിനോയുടെ സിനിമ അഭിനയിച്ച് എന്തോ പുള്ളി ഉദ്ദേശിച്ച രീതിയിലോട്ട് നമുക്ക് അങ്ങനെ കണക്ട് ആയില്ല. അത് നല്ല സൂപ്പറാണ് പുള്ളിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. പോരാ സത്യം പറയാ. ഊച്ചതിന് അത്ര വന്നിട്ടില്ല. ഒരു ടൈം വാച്ചിങ് അത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. ഈ ഫിലിം അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹം ഉള്ളതല്ലേ, അവർക്ക് വേണ്ടി ഒരു ടൈം ഇരുന്ന് കാണാം, അല്ല കൂടുതലൊന്നുമില്ല. പോരാ സത്യം പറയാ. നന്നായിരുന്നു, നല്ല പടം, കുഴപ്പമില്ല. നല്ല സിനിമയാണ്, അടിപൊളിയാണ്. ലാസ്റ്റ് വന്നിട്ട് ലൈക്ക് അടിപൊളിയാണ് എന്ന് പറയാല്ല. അത് നല്ല ഫിലിമാണ്, കണ്ടുകൊണ്ടിരിക്കുക. നല്ല ഫിലിമാണ്, അത് നല്ല സൂപ്പറാണ് പുള്ളിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. കൊള്ളാം, നല്ല ഫിലിമാണ്. ഓക്കെയാണ്, ഒരു പടം ഓക്കെയാണ്. എടുത്തു പറയാനായിട്ട് ക്ലൈമാക്സ് അതിൽ ടോവിനോയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സീനുണ്ട്. അത്യാവശ്യം എനിക്ക് അങ്ങോട്ട് ഏറ്റില്ല. കാസ്റ്റിംഗ് ഉള്ളായിരുന്നു, എല്ലാവർക്കും അതിൻ്റെതായ സ്ക്രീൻ സ്പേസ് ഇല്ലേ, അത് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൗബിൻ ഷാറിൻ്റെ റോളായാലും നല്ലായിരുന്നു. ഓവറോൾ ഓക്കെയാണ്. Tovino's Nadigar movie was a really good movie, refreshing, and Tovino was amazing as always on the screen, and I am in love with the costumes, the picturizations, the frames, all of it. എനിക്ക് പേഴ്സണലി അങ്ങനെ പിടിച്ചില്ലായിരുന്നു ചേട്ടാ. അത് എനിക്ക് തോന്നുന്നു ലെങ്ത്ത് കൂടിയത് കൊണ്ട് അല്ല, എന്തോ പുള്ളി ഉദ്ദേശിച്ച രീതിയിലോട്ട് നമുക്ക് അങ്ങനെ കണക്റ്റ് ആയില്ല. ക്ലൈമാക്സ് പോർഷനൊക്കെ ഇത്തിരി കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. ലൈക്ക് ഒരു മൊമെൻറ്റിനെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ട് എടുത്തു, അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ എന്തോ എനിക്കങ്ങനെ ഒട്ടും പിടിച്ചിട്ടില്ല. എനിക്ക് ഇടയ്ക്ക് വെച്ച ഒരു ആക്ടിംഗ് ഒക്കെ അവർ കാണിച്ചത് എനിക്ക് പേഴ്സണലി അങ്ങനെ പിടിച്ചില്ല. പിടിച്ചിരിക്കുന്ന, ഒട്ടും ബോറടിപ്പിക്കാത്ത, വിത്ത് ഫാമിലി നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. ആഫ്റ്റർ ആവേശം, ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം. പിന്നെ ഇതൊരു എനിക്ക് തോന്നുന്നത് മറ്റേ ഈ മലയാള സിനിമകളിലൊക്കെ നടന്മാരും സൂപ്പർ സ്റ്റാറുകളൊക്കെ മറ്റ് നോർത്ത് ഇന്ത്യൻ ലോബി വെച്ച് നോക്കുമ്പോൾ അത്ര ജാടയുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സിന് ഒരു തുറന്ന പുസ്തകമാണ്. കാരണം മലയാളത്തിൽ നിന്ന് ഇനിയും അവർക്കൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ടോവിനോ എനിക്കൊരു ഹോളിവുഡ് ഫിലിം സ്റ്റാറിനെ പോലെ ഫീൽ ചെയ്തു. ഗംഭീര നടൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇത് യൂത്തിനും ഫാമിലിക്കും എല്ലാവർക്കും പറ്റിയ പടമാണ്. പിന്നെ സിനിമ അറിയാനും സിനിമയെ ഒരു ആക്ടറാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും നന്നായിട്ട് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല സിനിമ, യൂത്തിന് കാണാൻ പറ്റും. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. എല്ലാവരും അഭിനയം നല്ല ഇതായിരുന്നു. യൂത്തിൻ്റെ ആണ്, യൂത്തിനുള്ളതെല്ലാം ഉണ്ട്. എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. നല്ല സിനിമ, കൊള്ളാം. ഇല്ല, എല്ലാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലതേ ഉള്ളൂ പറയാം, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാം. അത്രയ്ക്ക് കുഴപ്പമില്ല, ഫുള്ളുമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. കണക്റ്റ് ആവുന്ന എന്തോ ഒരു ക്ലീഷേ പോലെ തോന്നി. മൊത്തത്തിലുള്ള ടോവിനോയുടെ സിനിമ അഭിനയിച്ച് ഇതൊരു ഇതായിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടില്ല. അഭിനയമൊക്കെ ഒരുമാതിരി തോന്നി. പടം കൊള്ളായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം നല്ല ബന്ധമുള്ളത്, നല്ല റിയൽ ലൈഫ് സ്റ്റോറി പോലെ ഉണ്ടായിരുന്നു. പിന്നെ സാധാ ഒരു നടൻ്റെ ഒരു ജീവിത കഥ അത്രേ ഉള്ളൂ. വളരെ കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. സിനിമ ഹണീബി പോലെ ഒത്തില്ല. ഹണീബി പോലെ ഒരു നല്ലൊരു ഫിലിമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ടോവിനോ തോമസ് പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതേപോലെ നമ്മൾ മലയാളത്തിൽ നമ്മളെ വിക്രം എന്ന് പറയുന്നത് നമ്മുടെ ടോവിനോ തോമസാണ്. ലുക്ക് അളിയൻ്റെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്, അപാര ലുക്ക്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് അളിയനെ ഒരു ഉമ്മ കൊടുക്കാനാണ് തോന്നുന്നത്. പിന്നെ സലീം കുമാറിൻ്റെ മോൻ, അവൻ അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പടം ആവറേജാണ്. പിന്നെ ഭാവന ചേച്ചി ഒരുപാട് നാൾക്ക് ശേഷം വന്ന സിനിമയാണിത്. പക്ഷേ ഭാവന ചേച്ചിക്ക് കൊടുക്കേണ്ട നല്ലൊരു ക്യാരക്ടർ കൊടുക്കണമായിരുന്നു, എങ്കിൽ അവർ തകർത്തനായിരുന്നു. ഒരു ശകലേ ഉള്ളൂ അവർ, ഒരു നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ബാക്കി കോമഡിയും കാര്യങ്ങളും പിന്നെ ഫാമിലി എന്ന് വന്ന് കാണാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം അത്ര ഒരു നല്ലത് അങ്ങനെയല്ല ഞാൻ പറയണത്, ഒരു ആവറേജ് പോലെയാണ്. ഫാമിലി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് അവരൊന്നും പ്രേക്ഷകർ കയ്യിലെടുക്കത്തില്ല പെട്ടെന്ന്. പിന്നെ പടത്തിൽ ചീത്ത വിളിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മളെ ഡയറക്ടർ പറയുന്നുണ്ട്, അണ്ടി എന്ന് പറയുന്നുണ്ട്, മൈരെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിലെ നല്ല ഒരു നടനുണ്ട്, പുള്ളിയുടെ പേര് അനൂപ് മേനോനും പറഞ്ഞിട്ടുണ്ട്. മൈരെന്ന് വരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവറേജ് മൂവിയാണ് അളിയ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.